നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന നന്മകൾ ആരും കാണുന്നില്ല? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു കർത്താവ് ചെയ്ത അത്ഭുതം ആദ്യം കാണുന്നത് അവിടെയുണ്ടായിരുന്ന വെള്ളം കോരിയ ദാസന്മാരായിരുന്നു. ആ വിവാഹത്തിൽ പലരുമുണ്ടായിരുന്നു. അന്നത്തെ ഏറ്റവും പ്രധാന ശ്രദ്ധാകേന്ദ്രമായിരുന്നു വരനും വധുവും, ബന്ധുമിത്രാദികൾ, വിരുന്നുവാഴി, യേശുവും ശിഷ്യന്മാരും. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രത്യേകം പരാമർശിക്കുന്ന വെള്ളം കോരിയ ദാസന്മാരെപ്പറ്റി അവരുടെ പേരുകൾ അവിടെ പറയുന്നില്ല. അവരുടെ കുടുംബത്തിൻ്റെ ചരിത്രം കാണുവാൻ കഴിയുന്നില്ല. അവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും നമുക്കറിയുന്നില്ല. പക്ഷെ അവർ ചെയ്ത കാര്യമാണ് ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നത്. യേശു അവരോട് പറഞ്ഞു, കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവീൻ. നമുക്കൊരു നിമിഷം ഓർക്കാം, ഇപ്പോൾ വെള്ളം കൊണ്ടുവന്നിട്ട് എന്താണ് പ്രയോജനം? അവിടെ വീഞ്ഞാണ് തീർന്നിരിക്കുന്നത്, വീഞ്ഞാണ് ആവശ്യമായിരിക്കുന്നത്. ഒരിക്കലും യുക്തിക്ക് ചേരാത്തൊരു കാര്യമാണ് അവർ ചെയ്യുന്നത്. ഇതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ? ഇത് നമ്മൾ ചിന്തിക്കുമായിരിക്കാം. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ദാസന്മാർ അങ്ങനെ ചിന്തിച്ചതേയില്ല. അവർ ഭരണികൾ വക്കുവരെ നിറച്ചു. പകുതിയല്ല, പകുതി മനസ്സോടെയുമല്ല, പൂർണ്ണ ഹൃദയത്തോടെ, വിശ്വസ്തയോടെ അവരത് ചെയ്തു. ദൈവം ഒരു അത്ഭുതം ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ വിശ്വസ്തത പരീക്ഷിക്കപ്പെട്ടേക്കാം. കാരണം അത്ഭുതത്തിനു മുമ്പ് ഒരനുസരണം ആവശ്യമായിരിക്കുന്നു. കാനാവിലെ കല്യാണ വീട്ടിലെ കൽഭരണിയിൽ വെള്ളം കോരി നിറച്ച ആ ദാസന്മാർക്ക് അത്ഭുതം എപ്പോഴാണ് സംഭവിച്ചത് എന്നറിയില്ല, നമുക്കും അറിയില്ല. വെള്ളം എപ്പോൾ വീഞ്ഞായെന്ന് ബൈബിളും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, അവർ യേശുവിൻ്റെ വാക്ക് അനുസരിച്ചുകൊണ്ടിരുന്നു. പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. നാം ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ പൂർണ്ണ മനസ്സോടെ സേവിക്കുമ്പോൾ ഫലമൊന്നും കാണുന്നില്ലെന്ന് തോന്നാം. പക്ഷേ ഒരു ദിവസം വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും ദൈവം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന്. ഈ സംഭവത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു വാക്യം, ഈ വീഞ്ഞ് എവിടെ നിന്നെന്ന് ആരും അറിഞ്ഞില്ല, എന്നാൽ വെള്ളം കോരിയ ദാസന്മാർ അറിഞ്ഞിരുന്നു. വിരുന്നുവാഴി അറിഞ്ഞില്ല, അതിഥികൾ അറിഞ്ഞില്ല, വരനും വധുവും അറിഞ്ഞില്ല. പക്ഷേ ആ ദാസന്മാരറിഞ്ഞു. കാരണം അവർ അത്ഭുതത്തിൻ്റെ ഏറ്റവും അടുത്തുണ്ടായിരുന്നു. ഇവിടെ നാം കാണുന്ന സത്യം, വളരെ പ്രശസ്തരായ പലർക്കും ദൈവത്തെ അടുത്തറിയണമെന്നില്ല. പക്ഷേ വിശ്വസ്തന്മാരായ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ദൈവത്തിന് ഹൃദയം അറിയാം. ദൈവം തൻ്റെ ആദ്യത്തെ അത്ഭുതം ചെയ്തത് രാജകൊട്ടാരത്തിലല്ല, യെരുശലേം ദേവാലയത്തിലുമല്ല, ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു സാധാരണ വീട്ടിൽ. കാരണം യേശുവിൻ്റെ രാജ്യം ആരംഭിക്കുന്നത് ചെറിയ കാര്യങ്ങളിൽ നിന്നാണ്, ചെറിയ അനുസരണത്തിൽ നിന്നാണ്, ചെറിയ സേവനത്തിൽ നിന്നാണ്. ലോകം ചെറുതായി കാണുന്ന കാര്യങ്ങൾ ദൈവം വലുതായി കാണുകയാണ്. കാനാവിലെ വിവാഹത്തിൽ എല്ലാവരും നല്ല വീഞ്ഞ് ആസ്വദിച്ചു. പക്ഷേ അതെവിടെ നിന്നാണ് വന്നതെന്ന് അറിയുന്നവർ വളരെ ചുരുക്കം മാത്രമായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. ദൈവം ചെയ്ത മഹത്തായ കാര്യങ്ങളുടെ പിൻപിൽ ലോകമറിയാത്ത അനേകം വിശ്വസ്തരായ ദാസന്മാരുണ്ട്. അവർക്കൊരുപക്ഷെ കയ്യടി ലഭിക്കണമെന്നില്ല, അവരുടെ പേര് വാർത്തകളിൽ വരണമെന്നുമില്ല. പക്ഷെ അവരുടെ കണ്ണുകൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്നും ആ വചനം സത്യമാണ്. വെള്ളം കോരിയ ദാസന്മാർ അറിഞ്ഞിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ നിരാശപ്പെടരുത്. ദൈവം നിങ്ങളെ കാണുന്നു. നിങ്ങളുടെ കണ്ണുനീർ അവൻ കാണുന്നു. നിങ്ങളുടെ വിശ്വസ്തത ദൈവം കണക്കാക്കുന്നു. ഒരു ദിവസം ദൈവം നിങ്ങളെയും ഒരു അത്ഭുതത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റും. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.